കണ്ണൂർ പാനൂരിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് 2 ബോംബുകൾ കണ്ടെത്തിയത്. പോലീസ് എത്തി സ്ഥലത്ത് പരിശോധനയും നടത്തി കഴിഞ്ഞു. മിഥുൻ പിള്ള വിവരങ്ങൾ നൽകും. മിഥുൻ, പോലീസ് എന്തൊക്കെയാണ് പറഞ്ഞത്? അനു, ഞാനിപ്പോ ഈ സംഭവം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു തെങ്ങുണ്ട്. തെങ്ങിന്റെ ചുവട്ടിൽ നിന്നാണ് 2 സ്റ്റീൽ ബോംബ് വസ്തുക്കൾ കണ്ടെത്തിയത്. ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ട് അനീഷ്. അദ്ദേഹം ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ട് അനീഷ്. അദ്ദേഹം ഈ തൊഴിലാളികളുമായി വന്ന ഈ ഒരു സ്ഥലം വയ്ക്കാൻ വേണ്ടി, സ്ഥലം വൃത്തിയാക്കാനും തേങ്ങ പറിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് വന്നത്. ആ സമയത്താണ് ഇവിടെ ഈ 2 സ്റ്റീൽ ബോംബുകൾ ഈ തെങ്ങിന്റെ ചുവട്ടിൽ കിടക്കുന്നൊരു കാഴ്ച കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി കൃത്യമായി ആ ബോംബുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് 100 മീറ്റർ അകലെയാണ് കഴിഞ്ഞ വർഷം ഈ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരു ബോംബ് പൊട്ടുകയും തുടർന്ന് ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് അത് പരിക്ക് പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലം ഇവിടെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഏതാണ്ട് 100 മീറ്റർ 100-200 മീറ്റർ അകലം മാത്രമാണ്. അന്ന് തന്നെ ഈ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അവിടെ നിന്ന് പൊട്ടിയ സ്ഥലത്ത് നിന്ന് കൂടുതൽ ബോംബുകളുണ്ട്, അത് നീക്കം ചെയ്തു എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഈ അപ്രതീക്ഷിതമായി ഒരു സ്ഥലത്ത് നിന്ന്, പറമ്പിൽ നിന്ന് വീണ്ടും ഈ സ്റ്റീൽ ബോംബുകൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തുന്നൊരു സാഹചര്യം ഉണ്ടായതായാലും പോലീസ് വലിയൊരു ജാഗ്രതയിലാണ്. ഇവിടെ വലിയ പരിശോധന അടക്കം നടത്തുകയും ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമവും നടത്തിയിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ തവണ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിയ മനോഹരൻ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താ ഇപ്പം ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ, ഇവിടെ അധികം ആൾ ഈ പറമ്പത്തിൽ വന്ന് ഈ തേക്കോളം പരതുന്ന. അപ്പോൾ ഇത് മുന്നേ വെച്ച ബോംബൊന്നല്ല, ഇന്നലെ വെച്ചതാണ് സാധ്യത ഉണ്ടാകുക. ഇവര് രാവിലെ പണിക്ക് വന്ന സമയത്താണ് അല്ല, നമ്മളുടെ പേര് ബോംബൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഉടമേൻ്റെ തേങ്ങ പറിക്കുമ്പോൾ അവരാ കണ്ട്. എത്ര ബോംബുകൾ കണ്ടെത്തി? 2 എന്നാ പറയുന്നത്. നമ്മൾ 2 എന്നാ പറഞ്ഞത്. 2 എന്നാ പറഞ്ഞത്. കഴിഞ്ഞ ഏതാണ്ട് 1 വർഷം മുന്നേ ഉള്ളൂ ചേട്ടൻ്റെ പണി നടന്നുകൊണ്ട്. ഏപ്രിൽ 4 രാത്രിയല്ലേ ബോംബ് പൊട്ടി മരിക്കുന്നത്. ആടുന്ന് വീടുമായിട്ട് നമ്മളെ വീടുമായിട്ട് 50 പേരുടെ വ്യത്യാസമില്ല. ശരിക്കും പറഞ്ഞു. എന്നാൽ ഉദ്ദേശം ഒന്നും പറയുന്നില്ല. വെക്കാൻ എത്രയോ സ്ഥലങ്ങളുണ്ട്. ബാക്കി ഇവിടെ മാത്രം വെച്ചേണ്ട കാര്യം എന്താണെന്നറിയില്ല. ചേട്ടൻ്റെ വീട്ടിലന്ന് ഈ യാതൊരു അറിയിപ്പും ഇല്ലാണ്ടാണല്ലോ ആരൊക്കെയോ വന്ന് ബോംബ് ഉണ്ടാക്കി. അപ്പോൾ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. 3 പേർക്ക് പരിക്കേറ്റ്. അതിന്റെ സംഭവത്തിൽ അന്വേഷണമോ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിരുന്നു പിന്നീട്? അല്ല, അത് കുറേ പ്രാവശ്യം വന്ന 3-4 മാസം നമ്മൾ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കയറാനും പറ്റില്ല. എല്ലാം കെട്ടി വളാക്കിയിട്ട് ഇവരെ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് കയറാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇന്ന് രാവിലെ എത്ര മണിക്കാണ് ഇവിടുന്ന് ബോംബ് കെട്ടുന്നത് കിട്ടിയ നിങ്ങൾക്ക്? നമുക്ക് കിട്ടിയറിയില്ല. തേങ്ങ മരക്ക് 6 മണിക്ക് അങ്ങ് താഴെ തുടങ്ങി. ഇവർക്ക് അങ്ങോട്ട് താഴോളം പറമ്പുണ്ട്. അങ്ങനെ പറിച്ച് വരുമ്പോൾ ആയിട്ടുണ്ടാകുക. എന്തായാലും ഒരു 8 മണിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറിച്ചിട്ട് വരുന്നത് വലിയ പറമ്പ്. അങ്ങനെ താഴെ തിറക്കുന്ന പറിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ കണ്ടിയായിരിക്കും. തെങ്ങിൻ്റെ അവിടെ ആ സ്ഥലത്ത് വെച്ചാ. അനു, ഈ തെങ്ങിൻ്റെ ചുവട്ടിലാണ്. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം എന്ത് ധൈര്യത്തിൽ ആളുകൾ ഈ ഒരു പറമ്പിലൊക്കെ കയറി പണിയെടുക്കുമെന്നൊരു ആശങ്ക തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഈ പ്രദേശത്തുള്ളത്. അനു, മിഥുൻ തത്സമയ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്.